നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉത്തരേന്ത്യൻ ഭായിമാരുടെ ഗൾഫാണ് കേരളം എന്ന് പണ്ട് പറയാറുണ്ട്. ഒരു സമയത്ത് നമുക്ക് ഏത് മേഖലയിൽ നോക്കിയാലും അന്യസംസ്ഥാന തൊഴിലാളികളെ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ഏത് മേഖല പോയിട്ട് ബസ്സിലും ബസ് സ്റ്റാൻഡുകളിലും ട്രെയിനുകളിലൊക്കെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ തിക്കും തിരക്കുമായിരുന്നു. മലയാളികൾക്ക് ചെയ്യാൻ മടിയുള്ള തൊഴിലുകളെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നിസ്സാരമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരെ കാണാനില്ല. പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പിനായി വോട്ട് ചെയ്യാനായി ബംഗാളികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് പോയിരുന്നു. ഇവരാരും തിരികെ വരാത്തതാണ് കേരളത്തിലെ വിവിധ തൊഴിൽ മേഖലകളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മമതാ സർക്കാർ നിലം പതിക്കുകയും BJP സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തതോടെ തൊഴിലവസരങ്ങൾ സ്വന്തം നാട്ടിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ബംഗാളികൾ. ജോലി ചെയ്താൽ നാട്ടിലേതിനേക്കാൾ ഇരട്ടി കൂലി കേരളത്തിൽ കിട്ടുന്നത് കൊണ്ടാണ് ഭായിമാർ ഇങ്ങോട്ടൊഴുകിയത്. അഭിമാനം നോക്കുന്ന മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി മണലാരണ്യങ്ങളിലെ കത്തുന്ന ചൂടിലും എല്ലുമുറിയെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ ഒരു ദിവസം പണിക്കൂലി പരമാവധി 400 രൂപയാണെങ്കിൽ കേരളത്തിൽ കുറഞ്ഞത് 1000 രൂപ വരെ കിട്ടും. ദിവസക്കൂലി മാസക്കൂലിയായി വാങ്ങുന്ന ഭായിമാർ മാസത്തിൽ ഒരിക്കൽ പണം വീടുകളിലേക്ക് അയക്കുന്നു. രാവിലെ പണിക്കിറങ്ങുന്ന മലയാളികളിൽ ചിലരെ വൈകുന്നേരം ബാറുകളിലോ കള്ളുഷാപ്പുകളിലോ കാണാമെന്ന് പരിഹസിക്കുന്നവരും ഒരു കൂട്ടരാണ്. അതിനെ പൂർണ്ണമായി തള്ളാനാവില്ല. വൈകുന്നേരം പണി കഴിഞ്ഞ് സൈറ്റ് വിടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളിൽ എത്ര പേർ ബാറുകളിലും ഷാപ്പുകളിലും ഉണ്ടാകും? 10 പേരെ എടുത്താൽ 2 or 3 അന്യസംസ്ഥാനക്കാരെ മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് ചില NGOകൾ നടത്തിയ അന്വേഷണത്തിലെ നിഗമനം. അത് ശരിയാവാനാണ് സാധ്യത. ബിവറേജസ് ഷോപ്പുകളിൽ മലയാളികൾ ക്യൂ നിൽക്കുമ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ ബാങ്കുകളുടെ ക്യാഷ് ഡെപ്പോസിറ്റ് കൗണ്ടറുകളിൽ ക്യൂ നിൽക്കുന്നത് കാണാമെന്ന് പറയുന്നത് അതിശോക്തിയല്ല. ആഴ്ചയുടെയോ മാസത്തിന്റെയോ അവസാന ദിവസത്തെ വൈകുന്നേരങ്ങളിൽ കരുതി വെച്ച പണം ഡെപ്പോസിറ്റ് ചെയ്യാനും വീടുകളിലേക്ക് അയക്കാനും ഭായിമാരെ പല CDM കൗണ്ടറിലും കാണാം. കേരളത്തിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ പലരും സ്വന്തം നാട്ടിൽ ബഹുനില വീടുകൾ പണിഞ്ഞിട്ടുണ്ടെന്നാണ് ലേബർ മാനേജർമാർ പറയുന്നത്. പത്തനംതിട്ട നഗരത്തിലെ ഒരു പ്രധാന ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്ന ബംഗാളി അയാളുടെ നാട്ടിൽ നിർമ്മിച്ച വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് പോയ ഹോട്ടൽ ഉടമ കണ്ട കാഴ്ചകൾ അതിശയിപ്പിക്കുന്നതായിരുന്നു എന്നാണ് ഒരു മാധ്യമത്തിലൂടെ വന്ന റിപ്പോർട്ടുകൾ. ബഹുനില വീട്ടിലെ ചടങ്ങുകൾ 2 ദിവസം മുമ്പേ ആരംഭിച്ചിരുന്നു. രാത്രികളിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണപ്രപഞ്ചവും കലാമേളകളുമായി ചടങ്ങുകളൊക്കെ തന്നെ ഗംഭീരമായി. പക്ഷേ ഒരു മാസത്തേക്ക് അവധി പറഞ്ഞു പോയ തൊഴിലാളി പിന്നെ ആ ജോലി സ്ഥലത്തേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് തങ്ങൾക്ക് നേടാനുള്ള സമ്പത്തും വീടും സ്ഥലവും എല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് പണിയെടുക്കാൻ തിരിച്ചിവിടേക്ക് വരുന്നില്ല. ഇനി വരുന്നില്ലെന്നാണ് ഹോട്ടൽ ഉടമയെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇതിലൂടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇത് ഒറ്റപ്പെട്ട കാര്യമല്ല. ബംഗാളിലും ആസാമിലും അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോയ പല തൊഴിലാളികളും കേരളത്തിലേക്ക് മടങ്ങി വരുന്നില്ല. തൊഴിലാളികൾ വൻതോതിൽ കുറഞ്ഞതിനാൽ ഹോട്ടൽ നിർമ്മാണ മേഖലകളിൽ തളർച്ച നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ 58% ബംഗാളികളും ആസാമികളുമാണെന്നാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ കണക്ക്. റോഡ്, കെട്ടിട നിർമ്മാണങ്ങളിലും ഹോട്ടൽ ജോലികളിലും 70% തൊഴിലാളികൾ അന്യസംസ്ഥാനക്കാരാണ്. ഇക്കഴിഞ്ഞ ഏപ്രിലായിരുന്നു ബംഗാൾ ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പ്. വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുമെന്ന് നാട്ടിൽ നിന്ന് അറിയിച്ചതിനെ തുടർന്നാണ് പതിവില്ലാതെ തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ പോയത്. അന്നും വാർത്തകൾ വന്നിരുന്നു കേരളത്തിൽ നിന്ന് ഭായിമാർ സ്ഥലം വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഫലം വന്ന പുതിയ സർക്കാരുകൾ അധികാരമേറ്റിട്ടും തൊഴിലാളികൾ തിരിച്ചു വരുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികൾ മടങ്ങി വരാത്തതിനാൽ നിർമ്മാണ ജോലികൾ മിക്കതും മുടങ്ങി. പലരെയും ഫോണിൽ വിളിച്ചെങ്കിലും കേരളത്തിലേക്ക് വരാൻ താല്പര്യമില്ലെന്ന് അറിയിച്ചെന്നും കരാറുകാർ പറയുന്നു. ബംഗാൾ, അസം സംസ്ഥാനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾ ലഭിക്കാത്തതിനാൽ നിർമ്മാണ മേഖലയിൽ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ബംഗാൾ സർക്കാർ തൊഴിലാളികളുടെ ദിവസക്കൂലിയിൽ വർധന വരുത്തി. ദിവസം 400 രൂപ ലഭിച്ചുകൊണ്ടിരുന്ന തൊഴിലാളിക്ക് ഇപ്പോൾ 600 രൂപ ലഭിക്കും. കൂലി ഇനിയും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട്. സ്വന്തമായി കൃഷി സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സർക്കാർ സബ്സിഡി പ്രഖ്യാപിച്ചതും തൊഴിലാളികൾക്ക് ആകർഷകമായെന്നാണ് വിലയിരുത്തൽ. തൊഴിൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ ഉഴറുകയാണ് കരാറുകാർ. തൊഴിലാളി ക്ഷാമത്തിനൊപ്പം ഇന്ധനവില വർധനയെ തുടർന്ന് സാധനവില കുതിച്ചുയർന്നാൽ നിലവിലെ കരാറുകാർക്ക് പണികൾ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. മലയാളികളായ തൊഴിലാളികൾ നിർമ്മാണ ഹോട്ടൽ മേഖലയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര രക്ഷാപ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടത്. വീടുകളും വാണിജ്യ കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ തൊഴിലാളി ക്ഷാമം മൂലം പാതി വഴിയിൽ നിൽക്കുകയാണ്. ദിവസങ്ങൾക്കകം പൂർത്തിയാക്കേണ്ട ജോലികൾ ആഴ്ചകളായി നീളുന്നതോടെ നിർമ്മാണ ചിലവും വർദ്ധിച്ചു.
തൊഴിലാളികളെ ലഭ്യമാക്കാൻ കരാറുകാർ തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. മഴക്കാലത്തിന് മുന്നോടിയായി നടത്തേണ്ട ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായി. പറമ്പ് വെട്ടിത്തെളിക്കൽ, ഓട ശുചീകരണം, മേൽക്കൂര അറ്റകുറ്റപ്പണി, മരം മുറി തുടങ്ങിയ ജോലികൾക്ക് ആളെ കിട്ടാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ലഭിക്കുന്ന തൊഴിലാളികൾ ഉയർന്ന ദിവസവേതനം ആവശ്യപ്പെടുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. തൊഴിലാളി ക്ഷാമം ചെറിയ ഹോട്ടലുകളെയും ഭക്ഷണശാലകളെയും സാരമായി ബാധിച്ചു. പാചക തൊഴിലാളികളെയും സർവീസ് ജീവനക്കാരെയും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ചില ഹോട്ടലുകൾ പ്രവർത്തനം നിർത്തിയതായും നേരത്തെ അടച്ചുപൂട്ടിയ ചില സ്ഥാപനങ്ങൾ വീണ്ടും തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഉടമകൾ പറയുന്നു. പ്ലൈവുഡ് വ്യവസായ മേഖലയിലും തൊഴിലാളികളുടെ കുറവ് ബാധിച്ചു തുടങ്ങി. പല യൂണിറ്റുകളും ഷിഫ്റ്റുകൾ ചുരുക്കി പ്രവർത്തിക്കുമ്പോൾ ചില സ്ഥാപനങ്ങൾ താൽക്കാലിക നിയന്ത്രണങ്ങളോടെയാണ് മുന്നോട്ട് പോകുന്നത്. ഉൽപാദനത്തിലെ ഇടിവ് വിപണിയെയും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഏതായാലും പോയ ഭായിമാരൊക്കെ ഇനി കേരളത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. തങ്ങളുടെ നാട്ടിൽ വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർ മടങ്ങി വരാനുള്ള സാധ്യത ഇവിടെ മങ്ങുകയാണ്.